ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജീര സാമ്പാർ റൈസും കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇതിന് വേണ്ട ചേരുവകൾ വലിയ 2 ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക്, പിന്നെ മസാലക്കൂട്ടായ ഏലക്ക, പട്ട, ഗ്രാമ്പ് എന്നിവ, 1/2 കിലോ ചിക്കൻ, 2 ഗ്ലാസ് അരി, 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1.5 ടീസ്പൂണ് ഗരം മസാലയുമാണ് ഇതിന് വേണ്ട ആവശ്യങ്ങൾ. നമ്മൾ ഇത് തയ്യാർ ചെയ്യുന്ന വിധം: ആദ്യം കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് 100 ഗ്രാം കടല എണ്ണയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. കുക്കർ നന്നായി ചൂടായ ശേഷം, അത്യാവശ്യം ചൂടായതിനു ശേഷം, എണ്ണ ഹീറ്റായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പ്, ഏലക്ക എന്നിവ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അത് ഏകദേശം ഒരു മണം മാറിയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിറം മാറുന്നതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൊത്തമല്ലി, മല്ലി ഇലകൾ 1 ചെപ്പ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നു. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളിതിൽ 1 സ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നു. എല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം അത്യാവശ്യത്തിന് 1 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ നമ്മൾ 1.5 ടീസ്പൂൺ ഗരം മസാല മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉള്ളിയും തക്കാളിയും എല്ലാം വറുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു തിള വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യണം. നന്നായി ഒരു തിള വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അധികം കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. അരി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെല്ലെ നോക്കിയിട്ട് സെൻറ്ററിലായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല 4 പുറം നമ്മളിതിനു വേണ്ടി കാത്തിരിക്കുക. നമ്മളിതിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിതിൽ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല തിള വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കുക്കറുകൊണ്ട് അടച്ചു വയ്ക്കാം. 2 വിസിൽ വരുന്നതോളം നമ്മളിത് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് ആവി താഴ്ന്നതിന് ശേഷം തുറന്നു നോക്കി കഴിഞ്ഞാൽ അടിപൊളി ജീര സാമ്പാർ റൈസും കൊണ്ടുള്ള ബിരിയാണി തയ്യാറായിരിക്കും. ഇത് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി.